ഹായ് ഫ്രണ്ട്സ്. ഈ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ യാത്രകളിലും ഹോട്ടലുകളിലും അല്ലെങ്കിൽ കഫ്റ്റീരിയയിലൊക്കെ കയറുമ്പോൾ, ഇനി സാധാരണ ചായക്കടയിൽ കയറിയാൽ തന്നെ ഈ പ്രമേഹ രോഗികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടീ, കോഫി അല്ലെങ്കിൽ ജ്യൂസ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു റെസ്റ്റോറൻറ്റുകളും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഒന്നുകിൽ അവർ മധുരമില്ലാത്ത ചായ കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ കോഫി അത് കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കുടിക്കേണ്ടി വരും മധുരം വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിക്കാൻ പോവുകയാണ്, ജ്യൂസിനകത്ത് അവർ ഓട്ടോമാറ്റിക്കലി മധുരം ഫില്ല് ചെയ്ത് തരും. അപ്പോൾ ഇത്തരം റെസ്റ്റോറൻറ്റുകളൊന്നും എന്താണ് ഇത്രയും നാളും ഇതുപോലുള്ള ആളുകൾക്ക്, ഇപ്പോൾ കേരളത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ പെരുകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ റെസ്റ്റോറൻറ്റുകൾ ഇത്തരം കാര്യങ്ങൾ, ഈ പ്രമേഹ രോഗികൾക്ക് പറ്റുന്ന ഈ ഷുഗറുകൾ, അതായത് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന അനേകം ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. സ്റ്റിവിയ എന്ന് പറഞ്ഞിട്ടൊരു മധുര തുളസി അത് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ സുക്രലോസ് അവൈലബിൾ ആണ്. അതുപോലെ മറ്റു പല ആൾട്ടർനേറ്റീവ്സും അവൈലബിൾ ആണ്. പക്ഷേ ഇതിനൊക്കെ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് സുക്രലോസ് ആണ് എന്തുകൊണ്ടും അതിൻ്റെ സ്വീറ്റ്നെസ്സിൽ ബെറ്റർ ആയിട്ടുള്ളത്. സുക്രലോസിൻ്റെ പല ബ്രാൻഡുകളും അവൈലബിൾ ആണ്. പക്ഷേ ഈ ബ്രാൻഡുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, അപ്പോൾ പിന്നെ ഞാൻ ബ്രാൻഡുകൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, എല്ലായിടത്തും പഴയ കുറേ നാളുകളായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് XYZ ബ്രാൻഡ്. പക്ഷേ ആ ബ്രാൻഡിന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ചായയോ കോഫിയോ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിപ്പ് നമ്മളെടുത്ത് കുറച്ച് നേരം നമ്മൾ നാക്ക് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ നാക്ക് നമ്മൾ റിലാക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ മധുരം നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ മധുരം സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ബിറ്റർ ടേസ്റ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അതുമല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ വരിക. ഇനി നമ്മൾ സ്റ്റിവിയ നോക്കുന്ന സമയത്ത്, സ്റ്റിവിയ ആ ഒരു മധുരം നമുക്ക് ഫീൽ ചെയ്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മധുരമല്ല. അതിനകത്ത് ഒരു മെഡിസിനൽ ടേസ്റ്റ് ഓട്ടോമാറ്റിക്കലി കയറി വരുന്നുണ്ട്. അപ്പോൾ അതും ആർക്കും കഴിക്കാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നല്ലൊരു പഞ്ചസാരയുടെ ആൾട്ടർനേറ്റീവ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി നല്ലൊരു ബ്രാൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ബ്രാൻഡിൻ്റെ പേരാണ് സീറോ സ്പൈക്ക്. സീറോ സ്പൈക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധൈര്യമായിട്ട് ചായയിലും കോഫിയിലും കഴിക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സുക്രലോസ് ആണ്. പക്ഷേ പഞ്ചസാരയുടെ ആ ഒരു മധുരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില ഇൻഗ്രീഡിയൻസും കൂടെ അതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തീർത്തും നാച്ചുറലാണ്. മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ആ ഒരു ബ്രാൻഡ് കൊണ്ട് ഉണ്ടാവുന്നില്ല. മാത്രമല്ല, അതിൻ്റെ മധുരം നമ്മുടെ നാക്കിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അതായത് പഞ്ചസാര കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറോ സ്പൈക്ക് സ്വീറ്റ്നെസ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ചായ ആകട്ടെ, കോഫി ആകട്ടെ, ഹലുവ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ പലഹാരങ്ങളാകട്ടെ, എന്തുമാകട്ടെ, മധുരത്തിന് പകരം ഇനി സീറോ സ്പൈക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.